ഹായ്, ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് 41 ഡേ 40. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു ചെറിയ വിശദീകരണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ സോങ് കഴിഞ്ഞതിന് ശേഷം കാണിക്കുന്നത് ഇന്നലെ എപ്പിസോഡ് അവസാനിച്ചതിൽ നിന്നും കണ്ടിന്യൂഷൻ തന്നെയാണ്. അതായത് ഒനിയിൽ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ഇന്നലത്തെ ഇഷ്യൂ പറയുന്നു. ലക്ഷ്മി ഒനിയലിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു, മസ്താനിയെ മനഃപൂർവ്വം ബാഡ് ടച്ച് ചെയ്തു എന്നുള്ളത്. അപ്പോൾ അത് ഒന്ന് തെളിയിക്കണം, എനിക്ക് കൺഫെഷൻ റൂമിലേക്ക് വരണം, ബിഗ് ബോസ് ഇതിൽ ഇടപെടണം എന്ന് ഒനിയിൽ ക്യാമറയ്ക്ക് മുന്നിൽ പറയുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന സീനും ഇതിനെക്കുറിച്ച് തന്നെ ആ ഹൗസ് അംഗങ്ങൾ ബെഡ്റൂമിനകത്തിരുന്ന് സംസാരിക്കുന്നതാണ്. അതായത് ജിസേലുണ്ട്, ആദിലുണ്ട്, നൂറയുണ്ട്, പിന്നെ റന ഫാത്തിമ ഉണ്ട്. അവരെല്ലാവരും കൂടി ഇരുന്ന് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. അവർ ലക്ഷ്മിക്ക് എതിരെ തന്നെയാണ് സംസാരിക്കുന്നത്. ജിസേലൊക്കെ ചോദിക്കുന്നുണ്ട്, ഇവള് പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, ആണുങ്ങളുടെ കൂടെ ടച്ച് ചെയ്യുന്ന ഗെയിമിൽ പോലും പങ്കെടുക്കില്ല എന്നാണ് ലക്ഷ്മി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവള് പിന്നെ എന്തിനാണ് ബിഗ് ബോസിലേക്ക് വന്നതെന്ന് ജിസേലൊക്കെ ചോദിക്കുന്നു. അങ്ങനെ ആ ഒരു സംസാരം അവിടെ അവസാനിച്ചതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഒനിയലിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നതാണ്. ഒനിയൽ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, എന്നെ ആവശ്യമില്ലാത്തത് പറഞ്ഞു, ഞാൻ അങ്ങനെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. 42 വയസ്സായി. ഈ 42 വയസ്സിനിടയ്ക്ക് ഇതുവരെ ഇങ്ങനെ ഒരു ആരോപണം നേരിടേണ്ടി വന്നിട്ടില്ല, എൻ്റെ വീട്ടുകാർ വിഷമിച്ചിട്ടുണ്ടാവും എന്നുള്ള ആ ഒനിയലിൻ്റെ സങ്കടം അവിടെ പറയുന്നു. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട്, തീർച്ചയായിട്ടും ഈ വിഷയം സംസാരിക്കും എന്നുള്ളത്. അതിനുശേഷം പെട്ടെന്ന് സങ്കടം വന്ന് ഒനിയിൽ പൊട്ടിക്കരയുന്ന സീനാണ് കാണുന്നത്. അവിടെ ഇരുന്ന് പൊട്ടി കരയുന്നു. അതിനുശേഷം ബിഗ് ബോസിനെ പറയുന്നു, മനസ്സ് ശാന്തമാക്കുക, നന്നായിട്ട് ഗെയിം കളിക്കുക, മനസ്സ് ശാന്തമായതിനു ശേഷം നിങ്ങൾക്ക് ഇവിടുന്ന് പോവാം എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ക്യാപ്റ്റൻസി നോമിനേഷൻ ആണ് കേട്ടോ. ക്യാപ്റ്റൻസി നോമിനേഷന് ഇത്തവണത്തിൽ പ്രത്യേകത ഉണ്ട്. നൂതിര ചെരുപ്പ് ഫാക്ടറിയുടെ ഓണറായിട്ട് അവിടെ ടാസ്ക് കളിച്ച നൂറയ്ക്കും അതേപോലെ തന്നെ സർക്കസ് കമ്പനിയിലെ ഇൻസ്ട്രക്ടറായിട്ട് നിന്ന അനീഷിനും ഒരു പ്രത്യേക പവർ കൊടുക്കുകയാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഓരോ വ്യക്തികളെ ഡയറക്റ്റ് ആയിട്ട് ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് വിടാം എന്നുള്ള പവർ ഇവർക്ക് കൊടുക്കുകയാണ്. ആദ്യം അനീഷ് റന ഫാത്തിമയുടെ പേരാണ് പറഞ്ഞത്. അവസാനത്തെ ആ ഒരു പരസ്യം, അതായത് നൂതിര ചെരുപ്പിന്റെ പരസ്യത്തിൽ നന്നായിട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് റന ഫാത്തിമയെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നൂറ പറഞ്ഞത് ഒനിയലിന്റെ പേരാണ്. ഫാക്ടറിയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢതന്ത്രങ്ങൾ മേഞ്ഞ ഒനിയിലാണ് എന്നുള്ള രീതിയിലും അതേപോലെ ടാസ്ക് നന്നായിട്ട് കളിച്ചു എന്നുള്ള രീതിയിലാണ് ഒനിയലിനെ നോമിനേറ്റ് ചെയ്തത്. പിന്നെ ബാക്കി ഒരാളെ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി ബിഗ് ബോസ് പറഞ്ഞു. എല്ലാവരും കൂടെ തെരഞ്ഞെടുത്ത ജിഷിനെയാണ്. അതായത് 6 വോട്ട് ജിഷിന് കിട്ടി ക്യാപ്റ്റൻസി ടാസ്കിലേക്ക്. അങ്ങനെ നമ്മുടെ ഒനിയലും റന ഫാത്തിമയും ജിഷിനുമാണ് മത്സരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കിച്ചണിൽ പ്രവീൺ ക്യാമറ നോക്കി പറയുകയാണ്, ഞാൻ ഇത്രയും കിച്ചണിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടും ആരും എന്നെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് നോമിനേഷൻ ചെയ്തില്ല, ഞാൻ കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ എന്നതിൽ ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു, ഇത്രയൊക്കെ ഉള്ളൂ ആളുകളുടെ അങ്ങനെ രീതിയിൽ ക്യാമറയെ നോക്കി സംസാരിക്കുന്ന പ്രവീണിനെയാണ് കാണിക്കുന്നത്. അതിനുശേഷം പണിപ്പുര ടാസ്ക്കാണ് വന്നത് കേട്ടോ. അതായത് ഗോൾഡ് കോയിൻ എത്രയുണ്ടോ അതിനനുസരിച്ചാണ് ഇത്തവണത്തെ പണിപ്പുര ടാസ്ക്. ടൈം ഇഷ്ടം പോലെ ഉണ്ട്, 3 മിനിറ്റ് ടൈമുണ്ട്. പക്ഷേ 20 കോയിൻ ഉള്ളിൽ നിൽക്കുന്ന ഐറ്റംസ് മാത്രമേ കളക്ട് ചെയ്യാൻ പറ്റൂ. അതിൽ കൂടുതൽ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചു വെക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ 3 മിനിറ്റ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമാണ്. അങ്ങനെ ടാസ്ക് തുടങ്ങി എല്ലാവരും പല സാധനങ്ങളായിട്ട് എടുക്കുന്നുണ്ട്. 1/2 കിലോ ചിക്കൻ, 1/2 കിലോ ഫിഷ്, 1/2 കിലോ മട്ടൺ, അങ്ങനെ കുറേ സാധനങ്ങൾ എടുത്തു. 20 പോയിന്റിൽ കൂടുതൽ എടുത്ത് കുറച്ച് സാധനങ്ങളൊക്കെ, നൂഡിൽസ് പോലുള്ള കുറേ സാധനങ്ങളൊക്കെ തിരിച്ചു വെച്ചു. അതിനുശേഷം പുറത്ത് വന്നിട്ട് കോയിൻ കൊടുക്കാത്തതിൻ്റെ പേരിൽ നമ്മുടെ ഷാനവാസിനോടും ബാക്കി കോയിൻ കൊടുക്കാതെ കൈ വെച്ച ആളുകൾക്കൊന്നും ഭക്ഷണം തരില്ല, ഭക്ഷണം കൊടുക്കില്ല, നിങ്ങൾ കോയിൻ കൊടുക്കാത്തത് കൊണ്ടാണ് 20 പോയിന്റ് മാത്രമായി നിങ്ങൾ കോയിൻ കൊടുത്തിരുന്നത് കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞ് ആര്യം അവിടെ ഭയങ്കരമായിട്ട് എല്ലാവരോടും ഷൗട്ട് ചെയ്യുന്നു. പക്ഷെ അതിനെതിരെ അതിനായിട്ടില്ല, അങ്ങനെ ഒരു തീരുമാനം എടുക്കാനൊന്നും ആരിനായിട്ടില്ല എന്നുള്ള രീതിയിൽ ഇവരെല്ലാവരും തിരിച്ചും ആരിനോടും അങ്ങോട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും ആര്യം പറയുന്നത് എന്താ വെച്ചാൽ കോയിൻസ് കൊടുക്കാത്ത ആർക്കും ഭക്ഷണം കൊടുക്കില്ല എന്ന് തന്നെയാണ് നമ്മുടെ ആര്യൻ പറയുന്നത്. അടുത്തത് ജയിൽ നോമിനേഷനാണ് കേട്ടോ. ജയിൽ നോമിനേഷനിൽ പലരും പറഞ്ഞത് ലക്ഷ്മിയുടെ പേരാണ്. അത് ഭൂരിപക്ഷം ആളുകളും പറഞ്ഞ ലക്ഷ്മിയുടെ പേരാണ്. 14 നോമിനേഷനാണ് കിട്ടിയത് ലക്ഷ്മിക്ക്. അതേപോലെ തന്നെ അടുത്തത് ജിസേലിന് 8 നോമിനേഷൻ കിട്ടി. അങ്ങനെ 2 പേരാണ്, ജിസേലും ലക്ഷ്മിയാണ് ജയിലിലേക്ക് പോകുന്നത്. അതിനുശേഷം ജിസേലിൻ്റെ ഒരു ഡ്രാമ, അതായത് നമ്മുടെ അക്ബർ ഇവരെല്ലാം, അതായത് ആര്യനെല്ലാം നോമിനേറ്റ് ചെയ്തതിൻ്റെ പേരിൽ ജിസേലിൻ്റെ ഒരു കരച്ചിൽ ഡ്രാമ. അക്ബർ തന്നെ ലക്ഷ്മി നോമിനേറ്റ് ചെയ്യുന്നതിന് മുന്നേ അക്ബർ ജിസേലിൻ്റെ പേര് പറഞ്ഞ അതിന് പേരിൽ ഒരു കരച്ചിൽ നാടകം, ബാത്റൂമിനുള്ളിൽ പോയി കരയുന്നു, പിന്നെ സോഫയിലിരുന്ന് കരയുന്നു, അക്ബറും ആര്യനും പോയി സമാധാനിപ്പിക്കുന്നു, അങ്ങനെ ഒരു ഡ്രാമ. അത് കഴിഞ്ഞതിന് ശേഷം ഒരു സ്പോൺസേഡ് ടാസ്ക്കാണ് ബർജർ പെയിന്റിന്റെ ഓർമ്മപാത എന്നുള്ള രീതിയിൽ, അതായത് ചെറുപ്പകാലത്ത് ചുമരിലൊക്കെ കുത്തി വരച്ചത് ഓർമ്മിപ്പിക്കുന്ന ഒരു ടാസ്ക്. അതിൽ 2 ടീമും ജയിച്ചു, എ ടീമും ബി ടീമും അതിൽ ജയിച്ചു. പിന്നെ നമ്മുടെ ലക്ഷ്മിയെയും അതേപോലെ ജിസേലിനെയും ജയിലിലേക്ക് ആനയിക്കുന്ന ഒരു സീനാണ്.
അവിടെ ജയിലിൽ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ കളിമണ്ണ് കൊണ്ട് ആ കുടുംബാംഗങ്ങളെ, അതായത് ബാക്കിയുള്ള എല്ലാവരെയും രൂപങ്ങൾ നിർമ്മിക്കുക, ബാക്കിയുള്ള എല്ലാവരുടെയും രൂപങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ആളുകളായിട്ട് ഇവരുടെ ജയിലിൽ അവിടെ പോയി മുന്നിൽ ഓരോ പോസ്റ്റിലിരിക്കുക, അത് നോക്കിയിട്ട് ഇവർ രണ്ടുപേരും ലക്ഷ്മിയും ജിസേലും കൂടെ അവരുടെ രൂപം ഉണ്ടാക്കുക കളിമണ്ണ് ഉപയോഗിച്ച് എന്നുള്ളതാണ് ജയിൽ ടാസ്ക്. പിന്നെ കിച്ചണിൽ വന്നിട്ട് കാണുന്ന രംഗം എന്ന് വെച്ചാൽ ഒരു ബോട്ടിൽ വെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞ് മറ്റാരും കാണാതെ അവർ ആ പഞ്ചസാര നാരങ്ങ കലക്കി ബോട്ടിലേക്ക് വെള്ളം നിറയ്ക്കുന്ന ഒരു സീനാണ് പിന്നീട് കാണിക്കുന്നത്. പക്ഷെ ആര്യൻ അത് വന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. അതങ്ങനെ ഒരു ചെറിയത്. പിന്നെ നടക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ അനീഷ് വെസൽ ടീമിൻ്റെ ക്യാപ്റ്റനാണ്. അപ്പോൾ ആദില പുറത്ത് കിടക്കുന്നു. അതിനിടയ്ക്ക് എന്തോ ഇഷ്യൂ ഉണ്ടായിട്ട് തോന്നുന്നു. അത് പക്ഷേ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല എന്താണ് ഇഷ്യൂ എന്നുള്ളത്. ആ ഇഷ്യൂവിൻ്റെ ഭാഗമായിട്ടാണ് ആദില പുറത്ത് വന്ന് നടക്കുന്നത്. അപ്പോൾ അനീഷ് വന്ന് വിളിക്കുന്നുണ്ട്. സമയം 2 മണിയായി രാത്രി, ഇനിയെങ്കിലും വന്നിട്ടൊന്ന് പാത്രം കഴുകുമോ എന്ന് പറയുന്നു. പക്ഷേ ആദില പറയുന്നു ഞാൻ ചെയ്യില്ല, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യും എന്ന് പറഞ്ഞ് അനീഷിനോട് തർക്കിക്കുന്നു. അവിടെ നൂറ വരുന്നു. നൂറയും പറയുന്നുണ്ട് ആദില ഇങ്ങനെ തർക്കിക്കാൻ നിൽക്കരുത്. നൂറയോടും ഭയങ്കരമായിട്ട് കയർത്ത് സംസാരിക്കുകയാണ് ആദില. അതിനുശേഷം അവിടുന്ന് വന്ന് റൂമിലെത്തിയതിനു ശേഷം നൂറയുമായിട്ട് ഭയങ്കരമായിട്ട് തർക്കിക്കുന്നു. എനിക്ക് തോന്നുന്നത് ആ ഒരു നോമിനേഷൻ സമയത്ത് നൂറയുടെ നിഴലായിട്ടാണ് ആദില നിൽക്കുന്നത് എന്നുള്ള 1-2 പേര് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ജാളിത മറയ്ക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്നൊന്ന് മുക്തിയാവണം എന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നുണ്ട് നൂറയോട് ഭയങ്കരമായിട്ട് റോങ് ആയിട്ട് സംസാരിക്കുന്ന ആദിലയാണ് നമ്മുടെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ കാണുന്നത് കേട്ടോ. അത് ഇനി ഒരു ഡ്രാമയായി മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം നൂറയും ആദിലയും തമ്മിൽ തെറ്റിക്കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളത് അവിടെ അനുമോള് ഇവരോട് പറയുന്നുണ്ട്. തൊട്ടിപ്പുറത്ത് കിടക്കുന്ന അനീഷിനെ ഉറങ്ങാൻ വിടാതെ അതിൽ വിളിച്ചുണർത്തുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അവിടെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് കേട്ടോ. നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് നാളെ കാണാം.